ബഹുമാനരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. സർവ്വലോകരക്ഷിതാവായ അള്ളാഹുവിൻ്റെ രക്ഷയും സമാധാനവും നിങ്ങളിൽ എല്ലാവരിലും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ ഹദീസ്, നിങ്ങൾ മുറ്റം വൃത്തിയാക്കുക. ജൂതന്മാർ മുറ്റം വൃത്തിയാക്കാറില്ല. അത് ആ കാലത്ത് മദീനയിൽ ആകുമ്പോൾ ജൂതന്മാർ, അതായത് ഇതര സമുദായത്തിൽപ്പെട്ട ജൂതന്മാർ മുറ്റം വൃത്തിയാക്കാറുണ്ടായിരുന്നില്ല. അതെനിക്ക് ഒരു അനുഭവമുണ്ട്. ഞാനവിടെ ഖത്തറിലുണ്ടായിരുന്നപ്പോൾ ഒരു ജൂതൻ്റെ വീട്ടിൽ സന്ദർഭവശാൽ പോയപ്പോൾ പുറത്തൊക്കെ ഒരു വൃത്തിയുമില്ല, ഉള്ളിൽ നല്ല വൃത്തിയുണ്ട്. അപ്പോൾ അന്നേരം എൻ്റെ മനസ്സിൽ സ്ട്രൈക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ഹദീസ് കണ്ടപ്പോഴാണ് ആ കാര്യത്തെപ്പറ്റി എനിക്ക് മനസ്സിലായത്. അപ്പോൾ ഇസ്ലാമിൻ്റെ ശുചീകരണ കാര്യത്തെപ്പറ്റിയാണ് ഈ ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളെ മുറ്റവും, അതായത് കണ്ടം എന്നൊക്കെ പറയുക, അതിന് മുറ്റത്ത് കഴിഞ്ഞാൽ കണ്ടം, ആ തൊടി, ആ ഭാഗത്തൊക്കെ നമ്മുടെ ചുറ്റുപാടത്തുള്ള എല്ലാ ഭാഗങ്ങളും വൃത്തിയായി സൂക്ഷിക്കണമെന്നാണ് ഈ ഹദീസ് കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പല ജാതി ജീവികളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതൊക്കെ ശുദ്ധീകരിച്ച് നമ്മൾ വൃത്തിയായി സൂക്ഷിക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ്. അതിനാൽ ഈ ഹദീസ് നമ്മൾ മുഖവിലക്കെടുക്കുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു പോയ ഹദീസാണ്, നമ്മളെ പഠിപ്പിച്ച ഹദീസാണ്. ഈ ഹദീസ് ഉൾക്കൊള്ളുകയും ഇതിൻ്റെ വിശദീകരണം വായിച്ച് മനസ്സിലാക്കുകയും ചെയ്യുക. ഇൻഷാ അല്ലാഹ്. ആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.